ഇതിനകത്ത് ഒരു പ്രശ്നം, ഇതിലിപ്പോൾ രണ്ട് ഭാഗത്തു നിന്നാണെങ്കിലും ഇത് BJP-യുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ CPM BJP കൂട്ടുകെട്ട് എന്ന് നേരത്തെ ഉണ്ടായ എല്ലാ കേസുകളുടെ കാര്യത്തിലും ഇവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ഇപ്പോൾ രണ്ടാമത് ഈ ED-യുടെ പരിശോധന നടക്കുമ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊരു കോൺഗ്രസ് BJP ഓപ്പറേഷനാണ് എന്ന ആക്ഷേപം നേരിടുന്നു. പക്ഷേ ഇതെന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായിട്ടുള്ള കേസുകളിലായാലും ശരി, ഈ കേസിലായാലും ശരി, ഇത് പരിശോധനകളും അന്വേഷണവും എവിടെയും എത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പല പല കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഈ വീണയുടെ ഈ കേസ് തന്നെ 14 തവണ കേസ് മാറ്റി. ഇപ്പോൾ ജൂലൈ 7-ാം തീയതി വീണ്ടും കോടതി പരിശോധിക്കാൻ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. ഈ കാര്യങ്ങളിൽ ഈ കേസിന് പിന്നീട് അങ്ങോട്ടൊരു മുന്നോട്ട് പോക്ക് സംഭവിക്കുന്നില്ല. ഇത് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ശ്രീ ഷോൺ? ഞാൻ ഈ കേസിലേക്ക് മാത്രം അതിനകത്ത് ഒരു കാര്യം മാത്രം പറയാം. ലാവ്ലിൻ ഇതിനു മുമ്പ് പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായ ഒന്നൊരു കേസാണ്. CBI അന്വേഷണം പൂർത്തീകരിച്ചത് 2013-ലാണ്. 2013-ൽ ഇന്ത്യ ഭരിച്ചത് നരേന്ദ്രമോദി അല്ല, അതാദ്യം മനസ്സിലാക്കുക. ആ കേസ് അന്വേഷണത്തിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട അന്ന് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അപ്പീൽ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ സ്ട്രാറ്റജി എനിക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പറയാം. കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രം ഇന്ത്യ മഹാരാജ്യത്തെ 4 ഹൈക്കോടതികളായി 8 കേസാണ് ഈ കേസിനെ മുടക്കാൻ വേണ്ടി നടന്നത്. മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു ഹർജിയെ തള്ളിയതുകൊണ്ട് മാത്രമാണ് EDക്ക് നിയമപരമായ തടസ്സമില്ലാതെ ഇപ്പോഴും പോകാൻ പറ്റുന്നത്. SFIO അന്വേഷിച്ച് വീണ വിജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ട് അതിൽ പ്രോസിക്യൂഷൻ നടപടി നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഭവിഷ്യം പറഞ്ഞ പോലെ തന്നെ 7 പ്രാവശ്യം ആ കേസ് മാറ്റുന്നു. വന്ന് ഹാജരാകുന്ന മുഴുവൻ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സീനിയർ അഭിഭാഷകരാണ്. ഒരു സിറ്റിങ്ങിന് 50 ലക്ഷം രൂപയിലധികം മേടിക്കുന്ന അഭിഭാഷകരാണ് അതിനുവേണ്ടി ഹാജരാകുന്നത്. അതിനെ തരണം ചെയ്തുകൊണ്ട് ഇത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അത്ഭുതമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. 2, ഇതിനകത്ത് മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നു. ഞാൻ ഈ പരാതി കൊടുത്തത് 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഞാൻ BJP-യുമായി യാതൊരു ബന്ധമില്ല. ഞാൻ 2024-ലാണ് BJP-യുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഗോപൻചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എനിക്കന്ന് പിണറായി വിജയൻ എന്ന കൊള്ളക്കാരനെതിരെയുള്ള യുദ്ധമാണ് ഞാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്കന്ന് ഇതിനകത്ത് CPM-നെതിരെയോ കോൺഗ്രസിനെതിരെയോ ഉള്ള ഒരു രാഷ്ട്രീയമായുധമായിട്ടല്ല ഞാൻ ഈ പരാതിയുമായി മുമ്പോട്ട് പോയത്. എൻ്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ നടപടിയും ഇപ്പോൾ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമായെന്ന് എങ്ങനെ കാണാൻ കഴിയും? പിന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇന്നലെ റെയ്ഡ് നടന്നപ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്, കേന്ദ്രസേന ഉണ്ടാവും, അതിനുശേഷം ലോക്കൽ പോലീസിനെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയാണ്. ആ അറിയിച്ചതിന് ശേഷം ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഭവനമുള്ളത് ബേക്കർ ജംഗ്ഷനിലാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് അറിഞ്ഞവർക്കറിയാം, നന്ദാവനം ക്യാമ്പിൽ നിന്നും 300 മീറ്റർ പരിധിക്കുള്ളിലാണ് ഈ വീടിരിക്കുന്നത്. ആ നന്ദാവനം ക്യാമ്പ് അടുത്തിരിക്കുന്ന അവിടെ 1000-ലധികം പോലീസുകാർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇത്രയും പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്രൗഡ് പുറത്ത് നിന്നിട്ട് ആ EDയുടെ ഉദ്യോഗസ്ഥരെ പരിക്കേൽക്കാതെ അവരെ അക്രമത്തിന് ഇരയാകാതെ അവരെ തിരികെ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആസൂത്രിതമാണ്. ED ഇവിടെ റെയ്ഡിന് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ഭയപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് ശേഷം മറ്റ് കാശ് വാങ്ങിച്ചുള്ള നേതാക്കന്മാർ കാശ് വാങ്ങിച്ചെന്ന് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് ബഹുമാനപ്പെട്ട PK ഗോപൻ സഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. വാങ്ങിക്കുന്നത് 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഡൊണേഷൻ പ്രകാരമുള്ള നിയമം അനുസരിച്ച് അത് കൃത്യമായി അതിൻ്റെ വൗച്ചറും അതിൻ്റെ കണക്കും ഇലക്ഷൻ കമ്മീഷന് രേഖപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന പേരുകാരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷൻ ആ കേസ് കൊടുത്തിട്ടുണ്ടോ, ഇലക്ഷൻ കമ്മീഷൻ ആ കണക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമ്പോൾ ആ പൈസ വീട്ടിലോട്ടാണോ കൊണ്ടുപോയത്
അതോ പാർട്ടിക്കാണോ കിട്ടിയെന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ല എനിക്ക് ഷോൺ, ഒറ്റ പോകാൻ കാര്യം ചോദിച്ചോട്ടെ, ആവശ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും എങ്കിലും ഷോൺ ഈ കാര്യങ്ങളിൽ വളരെ മുഖ്യമന്ത്രി വി ഡി വിനയത്തോടെ സതീശൻ പ്രതികരിക്കാതിരിക്കുന്നത്? താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന പേരുകളിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കുറച്ച് ക്ലൂ ഒക്കെ കേരളത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് വന്നങ്ങ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ രണ്ടാമനോ മൂന്നാമനോ ഒന്നും ഇല്ലാതെ അജയ്യനായി തുടരാൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കാരണം. അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം അദ്ദേഹത്തിനുണ്ട്, കണക്കുകൂട്ടലുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അല്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏറ്റവും പത്രപ്രവർത്തകരോട് ഏറ്റവും സൗഹൃദം പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി എന്ന് 2 ദിവസം കൊണ്ട് പേര് കേട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസമായിട്ട് വാ തുറന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അഭിപ്രായം പറയാമല്ലോ. എന്താ അഭിപ്രായം പറയുന്നത്? കുഴപ്പം? നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്താ മറുപടി ഇല്ലാത്തത്? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് ലക്ഷ്യമെന്നുള്ളത് കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യട്ടെ. ഈ വീണ വിജയനിലേക്ക് ഇനി ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ ആയിട്ട് ഇ ഡി ഉടൻ തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണോ ഷോൺ താങ്കൾ കരുതുന്നത്? അല്ല, എൻ്റെ പ്രതീക്ഷ അതാണ്. തീർച്ചയായിട്ടും വീണയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശ്രീ പിണറായി വിജയനെ ഈ ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പ്രതിയാണ്. ഇ ഡിയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയനിലേക്ക് തന്നെയാണത് ഈ കേസ് വരേണ്ടത്. കാരണം ഈ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം CMRL കമ്പനിയും എക്സാലോജിക്കുമായിട്ടൊരു സാമ്പത്തിക ഒരു ഇടപാട് നടക്കുമ്പോൾ അതിനകത്ത് മണി ലോണ്ടറിങ്ങിൻ്റെ വിഷയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തു വരിക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.